വഖഫ് ഭേദഗതി ബിൽ നടപ്പാക്കിയതിന് പ്രധാനമന്ത്രി കണ്ട് നന്ദി പറയാൻ അവസരമൊരുക്കണമെന്ന് മുനമ്പം സമരസമിതി രാജീവ് ചന്ദ്രശേഖരനോടാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. അവസരമൊരുക്കുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ സമരസമിതി അറിയിച്ചു. നിയമസഭ പാസാക്കിയ വഖഫ് നിയമ ഭേദഗതി വിരുദ്ധ പ്രമേയം സമരസമിതി പ്രതീകാത്മകമായി കടലിൽ താഴ്ത്തി. जय जय जॉर्ज कुरियन जय जय जॉर्ज कुरियन जय जय जॉर्ज कुरियन ഡാനി പോൾ വിവരങ്ങളുമായി ചേർന്നു. ഡാനി, മുനമ്പം പ്രശ്നപരിഹാരത്തിൽ ബിജെപിയുടെ അവകാശവാദം പൂർണ്ണമാകുന്നു. അത് സമരസമിതി അംഗീകരിക്കുന്ന കാഴ്ചകൾ കൂടി നടക്കുമ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി കൂടിയാണ് രാഷ്ട്രീയപരമായിട്ട് ഉണ്ടാകുന്നത്. അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ ഏത് തരത്തിൽ? അപർണ, തീർച്ചയായും ഇത് രാഷ്ട്രീയപരമായ വിജയം എന്ന രീതിയിൽ തന്നെയാണ് ബിജെപി അത് പ്രഘോഷിക്കുന്നത്. അതിൽ ഒരു സംശയവും വേണ്ട. കാരണം വഖഫ് ഭേദഗതി നിയമം പാസാക്കിയ പിറ്റേ ദിവസം തന്നെ ബിജെപിക്ക് മുനമ്പത്ത് നങ്കൂരമിടാൻ സാധിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്നു. കാരണം ഇന്ന് സംസ്ഥാന അധ്യക്ഷനടക്കം ഇവിടേക്ക് എത്തുന്നു, വലിയ സ്വീകരണം ഒരുക്കുന്നു. ഒപ്പം തന്നെ മുനമ്പത്ത് നിന്ന് 50 പേർ ഇന്ന് ബിജെപിയിൽ അംഗത്വം എടുക്കുന്നു തുടങ്ങിയ അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു. ഇപ്പോൾ ഇവിടെ നിയമസഭ പാസാക്കിയ ഭേദഗതി, വഖഫ് ഭേദഗതി വിരുദ്ധ പ്രമേയം, അത് പ്രതീകാത്മകമായി കടലിലൊഴുക്കുന്ന രീതിയിലുള്ള അടക്കം പ്രതിഷേധത്തിലേക്ക് പോകുന്നു. മുൻപും സമരവേദിയിലുള്ളവർ തന്നെ അതിൽ പങ്കാളികളാകുന്നു. അങ്ങനെ വലിയ പിന്തുണയും സ്വീകാര്യതയും ബിജെപിക്ക് ഇവിടെ മുൻപും സമരവേദിയിൽ ലഭിക്കുന്നു എന്നത് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഈ വിഷയം രാഷ്ട്രീയപരമായി ഉയർത്തിക്കൊണ്ടുവന്നതിൽ ബിജെപിക്ക് തുടക്കം മുതൽ തന്നെ അതിലൊരു മേൽക്കൈ ഉണ്ടായിരുന്നു. അത് നിലനിർത്തിക്കൊണ്ടു പോകാനും സാധിക്കുന്നു. ഇന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ തന്നെ പ്രഖ്യാപിക്കുന്നു, മുനമ്പം ദേശക്കാരുടെ അവരുടെ റവന്യൂ അവകാശങ്ങൾ ഉറപ്പുവരുത്തും വരെ തങ്ങൾ ഈ ഒപ്പമുണ്ടാകും. അല്ലാതെ ഇത് പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങില്ല. ഭേദഗതി ബിൽ പാസ്സാക്കിയതുകൊണ്ട് അവസാനിക്കില്ല. ഇതിനെ മുൻകാല പ്രാബല്യത്തോടുകൂടി തന്നെയുള്ള മുഴുവൻ സംരക്ഷണവും തന്നെ നൽകുന്ന രീതിയിലേക്കടക്കം തങ്ങൾ കൂടെ ഉണ്ടാകുമെന്നൊരു ഉറപ്പാണ് മുനമ്പത്തുകാർക്ക് ബിജെപി നൽകുകയും ചെയ്യുന്നത്. അത് തന്നെയാണ് ഇന്ന് സമരവേദിയിൽ തെളിഞ്ഞ് കാണുകയും ചെയ്യുന്നത്. വലിയ രീതിയിലുള്ളൊരു പിന്തുണ ഇന്ന് ഇവിടെ ഈ സമരവേദിയിൽ ഉണ്ടാവുകയും ചെയ്തു. നാളെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടെ ബിജെപിയുടെ ഒരു മേൽക്കൈയിലേക്ക് മുൻപത്തെ ഒരു സമരവേദി മാറുകയും ചെയ്യുന്നു. ഒപ്പം ഇവിടെ നാളെ സുരേഷ് ഗോപി എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സമരവേദിയിലുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. മുനമ്പത്തുകാർ പറയുന്നു 174 ദിവസം സമരത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇനിയിപ്പോൾ റവന്യൂ അവകാശങ്ങൾ സംബന്ധിച്ചുള്ള ഉത്തരവ് കൂടി അത് പൂർണ്ണ ഫലപ്രാപ്തിയിൽ എത്തുന്നതുവരെ തങ്ങൾ സമരം തുടരുമെന്ന അവരുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് അവർ പിറകോട്ടില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും വഖഫ് ഭേദഗതി നിയമം പാസാക്കിയത് കൊണ്ട് മാത്രം ഇത് അവസാനിക്കുന്നില്ല. തുടർ സമരങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അത് റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടും വരെ തങ്ങൾ സമരവേദിയിൽ ഉണ്ടാകുമെന്ന് മുനമ്പത്ത് നിന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. അപർണ. യെസ്, ഡാനി പോൾ മുനമ്പത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയാണ്.